വടകരയിൽ 2049 വോട്ടുകൾക്ക് UDF ലീഡ് ചെയ്യുന്നു. UDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ് വടകര. ആറന്മുള അബിൻ വർക്കിയും മന്ത്രി വീണ ജോർജും തമ്മിലുള്ള മത്സരം. അവിടെ ഇപ്പോൾ UDF ആണ് ലീഡ് ചെയ്യുന്നത്. 1332 വോട്ടുകൾക്ക് അവിടെ UDF ലീഡ് ചെയ്യുന്നു. തൊടുപുഴയിൽ UDFിൻ്റെ ലീഡ്. അങ്ങനെ ലീഡ് നില LDFിനേക്കാൾ UDFിന് കുറെ കൂടി ഭദ്രമായ നിലയിൽ ലീഡ് നിലനിർത്തി മുന്നോട്ട് പോവുകയാണ് UDF. 80-ലെത്തിയിരിക്കുകയാണ്. 80 നിയമസഭാ മണ്ഡലങ്ങളിൽ, നിയോജക മണ്ഡലങ്ങളിൽ LDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. 55 മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. NDA മുൻപ് സൂചിപ്പിച്ചത് 4 ആയിരുന്നു, ഇപ്പോൾ അത് 5 മണ്ഡലങ്ങൾ എന്ന് വന്നിരിക്കുന്നു. 55, 80, 5 എന്ന നിലയിൽ ആണ് നിൽക്കുന്നത്. 80 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുകയാണ്. തലശ്ശേരിയിൽ കാരായി രാജൻ ലീഡ് ചെയ്യുന്നു. കാഞ്ഞങ്ങാട് LDF ലീഡ് ചെയ്യുന്നു. അതുപോലെ പയ്യന്നൂരിൽ LDF ലീഡ് ചെയ്യുന്നു. അതുപോലെ ചേലക്കരയിൽ LDF ലീഡ് ചെയ്യുന്നു. തളിപ്പറമ്പിൽ PK ശ്യാമള LDF ലീഡ് ചെയ്യുന്നു എന്ന വിവരങ്ങളുണ്ട്. ഓരോ ജില്ലയുടെയും പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ നമുക്ക് എടുത്തു പോകാം. വളരെ ക്വിക്കായി വേണമെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ റിപ്പോർട്ടർമാരെ ഒന്നുകൂടി കണക്ട് ചെയ്താൽ ജില്ലയിലെ ഒരു പൊതു സ്വഭാവം എടുക്കുന്നത് നന്നായിരിക്കും, കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാൻ. റൈറ്റ്, നമുക്ക് നോക്കാം. ആദ്യ റൗണ്ട് എണ്ണി കഴിയുമ്പോൾ മനു എവിടെയാണ് ആദ്യ റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ പാറശാലയിൽ ആദ്യ റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ LDF 1270 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നതാണ് നേരത്തെ വന്നതാണ് പാറശാലയിലെ. പക്ഷേ വീണ്ടും ലീഡ് ഉയർത്തുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. രാജൻ പല്ലൻ തൃശ്ശൂരിൽ 1347 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നതാണ് തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട കണക്ക് എന്ന് പറയുന്നത്. അവിടെ പല്ലൻ ലീഡ് കൂട്ടുകയാണ്. തിരുവനന്തപുരം നോക്കിയാൽ 1181 വോട്ടുകൾക്ക് ആദ്യ റൗണ്ട് കഴിയുമ്പോൾ UDF ലീഡ് ചെയ്യുകയാണ്. CP ജോൺ ലീഡ് ചെയ്യുകയാണ് 1181 ആദ്യ റൗണ്ട് കഴിയുമ്പോൾ എന്ന വിവരം കൂടി വന്നിട്ടുണ്ട്. മനു ഇപ്പോൾ സൂചിപ്പിച്ചത് പാറശാലയാണ്. പാറശാലയിൽ 1270 വോട്ടുകൾക്ക് CK ഹരീന്ദ്രൻ പാറശാലയിൽ ലീഡ് ചെയ്യുന്നു എന്ന്. രാജൻ പല്ലൻ തൃശ്ശൂർ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നു. ഷീജ, വളരെ വേഗത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ വിവരങ്ങൾ, നേമം മുതൽ ആറ്റിങ്ങൽ, അത് പാറശാല മുതൽ ആറ്റിങ്ങൽ വരെ. സർവേതായാലും നിലവിൽ ഇപ്പോൾ ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ ചിറയൻകീഴിൽ UDF ആണ് മുന്നിൽ. 151 വോട്ടുകൾക്കാണ് മുന്നിൽ. നെയ്യാറ്റിൻകരയിലേക്ക് എത്തുമ്പോൾ LDF ആണ് അവിടെ ലീഡ് ചെയ്യുന്നത്. 429 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥിക്ക് ആൻസലൻ മുന്നിട്ട് നിൽക്കുന്നത്. ഒപ്പം തന്നെ പാറശാലയിലേക്ക് എത്തുമ്പോൾ പാറശാലയിൽ LDF വലിയ മുന്നേറ്റം തന്നെ നടത്തുന്നുണ്ട്. 1270 വോട്ടുകൾക്കാണ് CK ഹരീന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. UDF 1181 വോട്ടുകൾക്കാണ് മുന്നിൽ. കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ കഴക്കൂട്ടത്ത് LDF ലീഡ് ചെയ്യുന്നു. 379 വോട്ടുകൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്നു. ആദ്യ റൗണ്ട് പൂർത്തിയായപ്പോഴുള്ള കണക്കുകളാണ് ഈ ഓരോ മണ്ഡലത്തിലെയും. 379 വളരെ ചെറിയൊരു ലീഡ് കഴക്കൂട്ടത്ത്. അതെ, വാമനപുരത്ത് UDF ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. UDFിലെ ലീഡ് 503 എന്ന നിലയിലാണ്. ഇത് ആദ്യ വാമനപുരത്ത് UDFിലെ ലീഡ് 503 എന്നതാണ് നിലവിലത്തെ നിയമം വട്ടിയൂർക്കാവ്. നിയമം നിലവിൽ LDF ആണ്. നേമത്ത് ആദ്യം രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിന്നിരുന്നെങ്കിൽ പോലും ഇപ്പോൾ LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടി മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. ആദ്യ റൗണ്ട് പൂർത്തിയായിട്ടില്ല. ആദ്യ റൗണ്ട് പൂർത്തിയാകുന്ന മുറയ്ക്ക് അതിന്റെ വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. ശരി, ജില്ലയെ സംബന്ധിച്ച് ഒരു പൊതുചിത്രം ഇനി അറിയാനുണ്ട്. ഷീജ, കാട്ടാക്കടയെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? വിവരങ്ങൾ കിട്ടിയോ? കാട്ടാക്കടയിൽ നിലവിലിപ്പോൾ ഈ ഒഫീഷ്യൽ കണക്ക് വന്നിട്ടില്ല. നമുക്ക് അനൌദ്യോഗികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാട്ടാക്കടയിൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ UDF ആണ് അവിടെ ലീഡ് തുടങ്ങിയതെങ്കിലും അവിടെ LDF നില മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക്. അരുവിക്കരയിൽ UDFിന്റെ ലീഡ് 509 വോട്ട്. നെടുമങ്ങാട് വലിയൊരു മുന്നേറ്റം തന്നെ LDF സ്ഥാനാർത്ഥി GRLൽ നടത്തുന്നുണ്ട്. ശരി, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച ഒരു പൊതുവിവരമാണ്. ഒന്നാം റൗണ്ട് നേമത്ത് പൂർത്തിയാകുന്നതേ ഉള്ളൂ. V ശിവൻകുട്ടി ലീഡ് ചെയ്യുന്നു എന്ന അനൌദ്യോഗിക വിവരമുണ്ട്. ഒന്നാം റൗണ്ട് കഴിയുന്നതോടുകൂടി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ